രണ്ട് മക്കളുള്ള വീടുകളിലെല്ലാം മൂത്ത ആൾക്ക് പാരന്റിന്റെ റോളാണ് അല്ലേ. ഒരു നല്ല ഗ്യാപ്പ് വരുമ്പോൾ 5 ഇയേഴ്സിന് മുകളിൽ ഗ്യാപ്പ് വരുന്നിടത്താണ് ഞാനിത് കണ്ടിട്ടുള്ളത്. അതായത് മൂത്ത കുട്ടികളെ പാരന്റ്സിന്റെ റോളിലേക്ക് തള്ളിവിടും. അതെ, നീ നോക്കുക, അവനെ നോക്കിക്കോ, അവനെ കുളിപ്പിച്ചോ. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ, കുളിപ്പിക്കുക, കൊടുക്കുക, കിടത്തി ഉറക്കുക, എല്ലാം ഈ മൂത്ത കുട്ടിയുടെ തലയിലാണ്. ആ കുട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചെറുതിനെ നോക്കലായിരിക്കും ആ കുട്ടിയുടെ മെയിൻ ആയിട്ടുള്ള പണി. അമ്മമാർക്ക് ഫസ്റ്റ് ബേബിയുടെ അത്രയും ഒരിക്കലും ടെൻഷൻ വരാറില്ല സെക്കൻഡ് ബേബി എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, അവർക്ക് ഒരുവിധ എക്സ്പീരിയൻസ് ആയി. ഫസ്റ്റ് ബേബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അയ്യോ, ആദ്യത്തെ കുട്ടി ഒന്ന് ചുമച്ച ഡോക്ടറെ അടുത്തേക്ക് ഓടുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ കുട്ടിക്ക് എന്ത് വന്നാലും അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല, കാരണം ഒരുവിധ എക്സ്പീരിയൻസ്ഡ് ആയി എന്നുള്ളത് കൊണ്ട് തന്നെ അമ്മമാർ കുറച്ചും കൂടെ നോർമലായിട്ടാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുക അല്ലേ, രണ്ടാമത്തെ കുട്ടിയുടെ കേസുകൾ. പക്ഷേ ആദ്യത്തെ കുട്ടിയെ ഇതുപോലെ പാരൻ്റ് ആക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടല്ലോ, അവർക്ക് ശരിക്കും അവരുടെ ബാല്യം നഷ്ടപ്പെടുകയല്ലേ. അങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? ഈ 5 വയസ്സുള്ളൊരു കുഞ്ഞിനൊക്കെ രണ്ടാമത്തെ ഒരു അനിയനെയോ അനിയത്തിയോ കയ്യിൽ കൊടുത്തിട്ട് ഇത് നിൻ്റെ വാവയാ, നീ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൊണ്ട് നാപ്കിൻ മാറ്റിക്കുക, അവരുടെ ഡയപ്പർ മാറ്റിക്കുക, അവരെ കുളിപ്പിക്കാൻ നേരത്ത് മോളെ തോർത്തിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പോവുക എന്ന് പറയുന്നത് സത്യത്തിൽ അവരുടെ ബാല്യത്തിനോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും അവർക്കും അവരുടെ ബാല്യം കഴിഞ്ഞിട്ടില്ല. അവരോട് വേണമെങ്കിൽ നമുക്കൊരു സഹായം ചോദിക്കാം. കുറച്ച് നേരം ഒന്ന് നോക്കൂ, നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോകണം, ഈ കൊച്ചു കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, മോളെ ഒന്ന് നോക്കൂ, അവൻ കരയുന്നുണ്ട്, അല്ലെങ്കിൽ പനിയാണ് കുട്ടിക്ക്, ഒന്ന് നോക്കൂ, ഒരു ഹെൽപ്പ് ചെയ്യൂ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇടയ്ക്കൊക്കെ ഒരു സഹായം ചോദിക്കുക, നമ്മുടെ കുഞ്ഞിനോട് ചോദിക്കുക എന്നല്ലാതെ ആ കുട്ടിയെ, മൂത്ത കുട്ടിയെ എല്ലാത്തിനും, രണ്ടാമത്തെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആക്കുകയും പെട്ടെന്ന് എന്താ പറയുക ഞെക്കി പഴിപ്പിക്കുകയാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത് മൂത്ത കുട്ടീനെ. ശരിക്കും പാകമായിട്ടില്ല, ഒരു പാരൻ്റ് ആവാനോ മുതിർന്ന ഒരാളാവാനോ ആയിട്ടില്ലാത്ത, ശാരീരികമായും മാനസികമായും തയ്യാറില്ലാത്ത ഒരു കുട്ടീനെ നമ്മൾ ഞെക്കി പഴിപ്പിച്ച് അങ്ങ് വലിയ കുട്ടിയാക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ആ കുട്ടിയെ കുട്ടിയാവാൻ തന്നെ, കുട്ടിയായി തന്നെ ഇരിക്കട്ടെ, കുട്ടികൾ കുട്ടികളായിരിക്കട്ടെ, കുട്ടികൾ കുട്ടികളായി വളരട്ടെ, അവരൊരുമിച്ച് വളരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നന്ദി.